കോഴിക്കോട് മഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നോക്കിയാൽ കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ദുരിതം തുടരുകയാണ്. ഇന്നലെ പെയ്ത മഴയിൽ മെഡിക്കൽ കോളേജിലെ മാതൃസംരക്ഷണ കേന്ദ്രത്തിൽ വെള്ളം കയറിയത് രോഗികളെ ദുരിതത്തിലാക്കിയിരുന്നു. വെള്ളം പമ്പ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി മെഡിക്കൽ കോളേജിൽ നിന്ന് ദിസ്ന, ആശുപത്രിയിൽ പോലും വെള്ളം കയറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ? എങ്ങനെയാണ് വെള്ളം പൂർണ്ണമായും അവിടെ നിന്ന് പമ്പ് ചെയ്ത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ? ഉമേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിലാണ്. ഇന്നലെ ഇവിടെയാണ് ഇത്തരത്തിൽ വൻതോതിൽ വെള്ളം കയറിയത്. നമ്മളുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെയൊക്കെ വ്യക്തമാണ്. ഇവിടെയാണ് കൂട്ടിരിപ്പുകാർ കിടക്കുന്നുണ്ടായിരുന്നത്. ഇവിടേക്ക് രാത്രിയായപ്പോൾ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയാം. വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് കൂട്ടിരിപ്പുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നത്. കാരണം അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന ഒരു ആരോപണം മുൻപ് തൊട്ട് തന്നെ ഇവിടെ ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവിടെ ഇത്തരത്തിൽ വെള്ളം കയറിയത്. ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ ഒക്കെ തന്നെയും പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ വാർഡുകളിലൊക്കെ തന്നെയും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വെള്ളം കയറി രോഗികളെ ഒക്കെ തന്നെയും മാറ്റേണ്ടാവുന്ന ഒരു കാര്യമാണ് സൂപ്രണ്ട് അടക്കമുള്ളവർ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കൂടെ പ്രതികരിക്കാനായി ഒരാളുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇന്നലെ രാത്രി വലിയൊരു രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ഇവിടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായി. ഇവിടെ ഈ സ്ഥലത്തൊക്കെ വെള്ളം കയറി. പിന്നീട് ശേഷമാണ് ആസ്പത്രിയിൽ വാർഡിൽ വെള്ളം കയറിയത്. പിന്നെ മൊത്തത്തിൽ വെള്ളമായി അങ്ങോട്ടൊക്കെ നടക്കുന്ന പാതയിലൊക്കെ വെള്ളം കയറി 2 ആൾക്കാരവിടെ വീഴുകയും ചെയ്തു. നമ്മുടെ ഫുട്പാത്തിൻ്റെ ഇതിൽ വേണ്ടിയിട്ട് മൊത്തം വെള്ളം നമ്മൾ തീരെ കാണാത്ത കോലത്തിലുള്ളമായി. പിന്നെ അതേപോലെ നമ്മുടെ ഈ രോഗികൾ വരുമ്പോഴും ഇറക്കാനൊക്കെ ഈ വെള്ളം കാരണം കുറേ ബുദ്ധിമുട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാമ്പ് കടിച്ചൊരു കുട്ടീനെ വന്നിരുന്നു. പിന്നെ അങ്ങനെ കുറേ മുറികളൊക്കെ ആയിട്ടുള്ള കുറേ ആളുകൾ വന്നിട്ട് ഈ വെള്ളത്തിലൂടെയാണ് അവർ പോയത്. ഒരു വീൽ ചെയർ പോലെ തീരെ നമുക്കൊരു മാന്യമായ രീതിയിലുള്ള വർത്താന കാര്യങ്ങളല്ല പറയാം. ഒന്ന് പറയുമ്പോൾ വേറെ മാറ്റി പറഞ്ഞ് നമ്മൾ വെറുതെ ജനങ്ങളെ നടത്തിപ്പിക്കുക. ഞാനിപ്പം കുറേ അന്വേഷിച്ചപ്പോൾ അധികം ആൾക്കാർക്കും ആ ബുദ്ധിമുട്ടുണ്ട്. ഇൻഷുറൻസ് ഒന്നും വലിയ ക്ലിയർ നോക്കുന്നില്ല. അതേപോലെ നമ്മൾ പരാതിപ്പെടുന്ന നമ്പറോ അതിൽ വിളിച്ചാൽ കിട്ടുന്നില്ല. ഇപ്പം ഞാൻ വേറെ നമ്പർ ഇപ്പോൾ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് വാങ്ങിയിട്ട് വിളിച്ചിട്ടാണ് എനിക്ക് ക്ലിയറായി കിട്ടിയത്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രീതിയിലുള്ള പരാതി തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ കുറിച്ച് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. അവർ പ്രധാനമായും പറയുന്നത് ഇന്നലെ ഇത്തരത്തിൽ വെള്ളം കയറിയപ്പോൾ അധികൃതരെ അറിയിച്ചിരുന്നോ, അധികൃതരുടെ ഇടപെടൽ ഒന്നും തന്നെ ശരിയായ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യം പറയുന്നു. നമ്മൾ ഈ വെള്ളം കയറി എന്നൊരു വിവരം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആശുപത്രി സൂപ്രണ്ടിനെ ബന്ധപ്പെട്ടിരുന്നു. സൂപ്രണ്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് രോഗികളെ താൽക്കാലമായി മാറ്റേണ്ട ഒരു ആവശ്യമില്ല എന്നൊരു കാര്യമാണ് ആശുപത്രി സൂപ്രണ്ടും വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇന്നലെ ഈ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിരുന്നത്. ഈ വെള്ളം കയറേണ്ട ഒരു സാഹചര്യം എന്താണ്? അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തോടോ മറ്റോ കരകവിഞ്ഞ് ഒഴുകിയതാണോ? എന്താണ് പെയ്തു വന്ന വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായി ഓട നിർമ്മിക്കാനാണോ? എന്താണ് ഇതിനൊരു കാരണമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുക? കാരണമായി പ്രധാനമായി ഇവിടെ ഉള്ളവർ പറയുന്നത് ഇവിടെ അശാസ്ത്രീയമായ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ നിർമ്മാണത്തിലേക്ക് ഈ വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു ഓടയുണ്ട്. ആ ഓട മൂടിക്കിടക്കുന്നതാണ് ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയായത് എന്നൊരു കാര്യമാണ് ഇവിടെയുള്ള ആളുകളുടെ വിശദീകരണം. കുറച്ചു മാസങ്ങളായി ഈ ഓടയുടെ നിർമ്മാണം നടക്കുന്നു. ആ നിർമ്മാണ പ്രവർത്തനം ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെയാണ് ഒരു മെഡിക്കൽ കോളേജിലെ കൂട്ടിരിപ്പുകാർ ഇരിക്കുന്നത് എന്നതാണ് ഉമേഷ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഈ പായും മറ്റ് തലവണയും ഒക്കെ തന്നെയും വലിയ രീതിയിൽ വെള്ളം നനഞ്ഞ് അലങ്കോലമായി പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്നാമത് ആശുപത്രിയാണ്. ആശുപത്രിയിലേക്ക് ആളുകളൊക്കെ വരുന്നത് പലതരത്തിലുള്ള രോഗാവസ്ഥയിലായിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ വൃത്തിയില്ലാത്ത രീതിയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇത്തരത്തിൽ വെള്ളം കയറി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും യാതൊരു തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല എന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രീതിയിലുള്ള പരാതി വ്യാപകമാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ വെള്ളം കയറിയതും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് കൂട്ടിരിപ്പുകാർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ വെള്ളം കയറിയിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും അധികൃതർ
അധികൃതർ സ്വീകരിച്ചിരുന്നില്ല എന്നതാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് വെള്ളം കയറിയത്. നിരവധി ആളുകൾ ഡെലിവറിക്കായി എത്തുന്ന ഒരു സമയം, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടേണ്ട ഒരു സമയം, അത്തരത്തിലാണ് ഈ ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. എന്നാൽ ആ സമയം ഒന്നും തന്നെ ഈ വെള്ളം കൃത്യമായി പുറത്തേക്ക് ഒഴുക്കി വിടാനുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനവും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഇന്ന് അല്പസമയത്തിന് മുൻപാണ് ഇത്തരത്തിൽ ഈ വെള്ളം പൂർണ്ണമായും പമ്പ് ചെയ്ത് കളഞ്ഞത് എന്നതാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അതും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായി ഒരു മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. അതും മലിനജലം, ഡ്രെയിനേജ് വെള്ളം അടക്കം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ, അതും മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഉമേഷ്.